ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഇന്നത്തെ കളക്ഷൻ അഗ്നിപർവ്വതം പോലെ കുതിച്ചുയരുന്ന കാഴ്ച തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 75 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ പ്രീസെയിലായി വന്നിരിക്കുന്നത്. ജനനായകൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുകയാണ്. ജനനായകൻ ആദ്യ ദിനം 100 കോടി കടക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഏകദേശം അതിനടുത്തൊക്കെ എത്തുകയുണ്ടായി. എയർലി പ്രൊഡക്ഷൻ ഏകദേശം 95 കോടിയോളം എത്തുമെന്നായിരുന്നെങ്കിലും ഫൈനലായി ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഏകദേശം 85 കോടിയോളം എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം 27 കോടിയും കർണാടകത്തിൽ നിന്ന് 12 കോടിക്കടുത്തും കേരളത്തിൽ നിന്ന് 5 കോടി 30 ലക്ഷം രൂപയ്ക്കടുത്തും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 4 കോടി നോർത്ത് ഇന്ത്യയിൽ നിന്ന് 2.25 കോടിയും ഇന്ത്യ ഗ്രോസായി ഏകദേശം 50 കോടിയോളം അതായത് 49.5 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. ഓവർസീസിൽ നിന്ന് സിനിമയ്ക്ക് ഏകദേശം 34 കോടി കൂടി ലഭിച്ചപ്പോൾ 85 കോടിയോളമാണ് സിനിമയ്ക്ക് ലഭിച്ചതായി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്ത് വരുന്നത്. തമിഴ് നെറ്റ് 37 കോടി 30 ലക്ഷം രൂപ വന്നു, തെലുങ്ക് നെറ്റ് 3 കോടിയോളം വന്നു, ഹിന്ദി നെറ്റ് 1 കോടി 80 ലക്ഷം രൂപയുമാണ് വന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു കുതിപ്പ് തന്നെയാണ്. ടോപ്പ് 10 കേരള ഫസ്റ്റ് ഡേ കളക്ഷനിലേക്ക് ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നു. എന്തായാലും വിജയുടെ അവസാന ചിത്രമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുമെങ്കിലും വിജയ് ഇനിയും സിനിമയിൽ ഉണ്ടാകുമെന്നുള്ളത് നമ്മുടെ മനസ്സ് പറയുന്നു. അത് തന്നെ കാണാനാണ്, അത് തന്നെ വിശ്വസിക്കാനാണ് നമുക്ക് ആഗ്രഹം. നമുക്ക് തമിഴ്നാട് ചീഫ് മിനിസ്റ്ററിൻ്റെ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ മനസ്സുണ്ട്, മോഹമുണ്ട്. അത് എത്ര നാളാണെങ്കിലും അത് ഓരോ വിജയ് ആരാധകൻ്റെയും ചങ്കിടിപ്പും ആശ്വാസവും അതേപോലെ തന്നെ ആഗ്രഹവുമൊക്കെയാണ്. എന്തായാലും രണ്ടാം ദിവസത്തിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ്. തമിഴ്നാട്ടിൽ ഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ദിനമായ വെള്ളിയാഴ്ച വർക്കിംഗ് ഡേയിലും സിനിമയ്ക്ക് പ്രീസെയിലൂടെ 9 കോടി 38 ലക്ഷം രൂപയോളമാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. ആദ്യ ദിനം 15 കോടി 88 ലക്ഷം രൂപയോളം വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള പ്രീസെയിൽ എന്ന് തന്നെ പറയാം. അതായത് ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു ഏകദേശം ഒരു 25 കോടിക്കടുത്ത് അല്ലെങ്കിൽ 20 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ എന്നുള്ളത്. സിനിമയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊന്നുമല്ല, ഇതൊരു വിജയ് പടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്നതും അത് തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം കൂടുതൽ റിപ്പോർട്ടുകളും കാര്യങ്ങളുമായിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ കടുത്ത സപ്പോർട്ടും വേണം. ഗ്രീൻ മീഡിയാസ്.